പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു സാന്നിധ്യ ശക്തി വലയം ചെയ്യും. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് യേശുവേ, ഈ വലിയ അത്ഭുത സാന്നിധ്യത്തിന് നന്ദി, ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്ദി പറയുന്നതനുസരിച്ച് നമ്മുടെ മേൽ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കും. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം നന്ദിയായി സമർപ്പിക്കുക. ഒരുപക്ഷെ രോഗികളുണ്ടല്ലോ, ഈ രോഗ അവസ്ഥയോർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടല്ലോ, ഈ ഭാരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന തടസ്സം അതെന്താണോ, ആ തടസ്സത്തെ ഒരു നന്ദിയായി ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെയും എന്നെയും പഠിപ്പിക്കുകയാണ്. യേശുവേ, ഞാനിന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. സാമ്പത്തിക ദുഃഖങ്ങളും ഭാരങ്ങളും ഉള്ളവരുണ്ടല്ലോ, ഈ അവസ്ഥയെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനെ ഒരു ആരാധനയാക്കി മാറ്റുക. ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഭാരപ്പെട്ട് പരാതി പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ പിറുപിറുത്തുകൊണ്ടിരുന്നാൽ, പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നത്തിന് ഉത്തരം കിട്ടില്ല. മറിച്ച് നീ അവയെ ഒരു ആരാധനയാക്കി മാറ്റുമ്പോൾ അവയിൽ വലിയ ഒരു ദൈവീക ഇടപെടലുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും തലയ്ക്ക് മുകളിൽ നന്നായി നിവർത്തി ഉയർത്തി പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തി പിടിച്ചോണം. ഇന്ന് ഈ ആലയത്തിൽ വന്ന ഓരോ വ്യക്തിയും, നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നിലൂടെ ചില കാര്യങ്ങൾ കർത്താവ് ഈ മണ്ണിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. നിന്നിലൂടെ ചില കാര്യങ്ങൾ നിൻ്റെ വീട്ടിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. നിന്നിലൂടെ ചില കാര്യങ്ങൾ ഈ ദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, മറിച്ച് നിനക്കെങ്ങനെയാണാവോ പ്രാർത്ഥിക്കാനായി പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുന്നത് അതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല, മറിച്ച് നിന്റെ രോഗത്തെ ഒരു സ്തുതിപ്പാക്കി മാറ്റുക, നിന്റെ കണ്ണുനീരിനെ ഒരു സ്തുതിപ്പാക്കി മാറ്റുക. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പോരാ പോരാ പോരാ, കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. നന്നായിട്ട് സ്തുതിച്ച് നമ്മുടെ ആരോഗ്യത്തെ സമർപ്പിച്ച് സ്തുതിച്ച് മനസ്സിന്റെ ഭാരങ്ങളെ സമർപ്പിക്കട്ടെ, നിന്റെ ദുഃഖത്തെ സമർപ്പിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ വിഷയങ്ങളിൽ ഒരു അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 hallelujah, hallelujah, hallelujah. Praise the Lord. ഉച്ചത്തിൽ പറഞ്ഞ praise the Lord, hallelujah, hallelujah. അല്പം കൂടെ സ്വരമുയർത്തി പറഞ്ഞാലോ, hallelujah, hallelujah, hallelujah. ആ കൈകളൊക്കെ ഒന്ന് വീശിക്കൊണ്ട് പറഞ്ഞ hallelujah, 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 hallelujah. ഒന്ന് കൈയടിച്ചോണ്ട് പറഞ്ഞ hallelujah, hallelujah. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന വലിയ ഒരു ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ. പോരാ, ഒച്ചത്തിൽ പറഞ്ഞേ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. അതായത് നമ്മൾ പറയുകയാണ്, കർത്താവേ, ഇന്ന് ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ദിനം പോട്ട ആശ്രമത്തിൽ ഇപ്പോൾ ഈ കൂടാരത്തിൽ നിൽക്കുമ്പോൾ
ഈ ശുശ്രൂഷ ഇത് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന ശുശ്രൂഷയാണെന്ന് നമ്മൾ വിശ്വസിച്ച് ആമേൻ പറയുമ്പോൾ അത് നമ്മിൽ സംഭവിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ഹല്ലേലൂയ. വലതും ഇടതും നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തേ, കൈ കൊടുത്തോണ്ട് പറഞ്ഞേ ഇത് അഭിഷേക ശുശ്രൂഷയാണ്. പറഞ്ഞു കൊടുത്തേ, ഇത് അഭിഷേക ശുശ്രൂഷയാണ്. പറഞ്ഞു കൊടുത്തേ, അഭിഷേക ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അഭിഷേക ശുശ്രൂഷയിൽ എങ്ങനെ പെരുമാറണം എന്നറിയോ? അഭിഷേകത്തോടു കൂടി ആയിരിക്കണം. അഭിഷേകം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും അതിനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കണം. ഉറക്കം തൂങ്ങിയും പല വിചാരത്തോടുകൂടിയും അസ്വസ്ഥപ്പെട്ടുമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ദേ എൻ്റെ ജീവിതത്തെ നയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നത് വഴി പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നു. ഈ വലിയ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ശുശ്രൂഷ സമയമാണ്. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ വിശ്വസിച്ചോണം, എൻ്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യം പരിശുദ്ധാത്മാവ് സമ്മാനിക്കും. എൻ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊക്കെ വിശ്വസിക്കണം, ഇത് ഞാൻ പങ്കെടുക്കുന്നത് വഴി എൻ്റെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരു 4-5 പേർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ അത് സംഭവിക്കട്ടെ എന്ന് പറ. പറഞ്ഞു കൊടുത്തേ, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊന്ന് കയ്യൊക്കെ കൊടുത്ത് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് ആ വ്യക്തിയിൽ സംഭവിക്കുകയാണ്. അത് ആ വ്യക്തിയുടെ ജീവിതത്തെ അത് ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, പിന്നെ ഞാനിത് എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പോട്ടയിലൊക്കെ വന്ന് പങ്കെടുക്കുന്ന, പിന്നെ എന്താ ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രത്യേകത? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ശുശ്രൂഷയ്ക്കും ഓരോ അഭിഷേകം പരിശുദ്ധാത്മാവ് കാത്തുവയ്ക്കും. ഓരോ ശുശ്രൂഷയ്ക്കും ഓരോ അഭിഷേകം പരിശുദ്ധാത്മാവ് കാത്തുവെക്കും. നീ അതിനോട് സഹകരിച്ചാൽ നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോട് സഹകരിക്കണം? പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉടനെ എന്നാൽ പിന്നെ ഇരുന്നുറങ്ങിയേക്കാന്ന് വിചാരിക്കും. ചേച്ചി കേൾക്കണുണ്ടോ? ഇരുന്നുറങ്ങുന്ന ചേച്ചിയോടെ പറയണം. അങ്ങോട്ട് നോക്കല്ല, ഇങ്ങോട്ട് നോക്കാം. ആ ചേച്ചിക്ക് നാണം തോന്നും. ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഇച്ചിരി ക്ഷീണം തോന്നും, എന്നാൽ പിന്നെ ഇരുന്നുറങ്ങിയേക്കാം, നിന്നെ ഉച്ചയാകുമ്പോൾ കഞ്ഞി കുടിക്കാൻ എഴുന്നേറ്റാൽ മതിയല്ലോ എന്നല്ല. മറിച്ച് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിന്നെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ ഇടപെടും. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊച്ചത്തിൽ പറ ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ ആത്മീയ മേഖലകളെ ക്രമീകരിക്കും. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് ഇടപെടും. ആമേൻ, ആമേൻ. വീട്ടിലുണ്ടല്ലോ ചിലര് പള്ളിയിൽ പോവുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, കൂദാശ ജീവിതം ഇല്ല. രാവിലെ ആശ്രമത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചില്ലേ, വേറെ പണിയൊന്നും ഇല്ല, പിന്നെ അമ്മ പോട്ടാ എന്നും പറഞ്ഞ് നടക്കുന്നു, ഇത് എന്തിനാ പോണേന്ന് ചോദിച്ചില്ലേ? വീട്ടിൽ ചോദിച്ചവരുണ്ടാവും. എന്നിട്ട് അവർ മാറിക്കമന്ന് കിടന്നുറങ്ങുന്നുണ്ടാവും. തലമുടി മുഴുവൻ അവർ പുതപ്പിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. മഴയാണ്, അതാണ്, ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഇരുന്നുകൊണ്ട് നീ ഈശോയെ എന്ന് വിളിച്ചാൽ, ഇവിടെ ഇരുന്നുകൊണ്ട് നീ ആബാ പിതാവേ എന്ന് വിളിച്ചാൽ, ഇവിടെ ഇരുന്നുകൊണ്ട് നീ പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ചാൽ, അവിടെ എവിടെ? ആ വീട്ടിൽ അഭിഷേകം, അത്ഭുതം സംഭവിക്കും. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല കൈയടി കൊടുത്തേ. പോരാ, നല്ല കൈയടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാൻ പോവാണ്. ഇച്ചിരി ക്ഷീണോ അസ്വസ്ഥതയൊക്കെ വരും. നമ്മൾ നന്നാവുന്നത് ആർക്കിഷ്ടമല്ല? പിശാചിന് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് പിശാച് പലതരത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്തും. ഇവിടെ ഇരിക്കുമ്പോൾ ഞെരിപിരി തോന്നും, ചിലപ്പോൾ എഴുന്നേറ്റ് ഓടാൻ തോന്നും, ചിലപ്പോൾ ഇന്ന് വരെ തോന്നാത്ത തലവേദന തോന്നും, ചിലപ്പോൾ ഇന്ന് വരെ തോന്നാത്ത വയറുവേദന തോന്നും, ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയേക്കാന്ന് ചിന്തിക്കും. ഇങ്ങനെ എല്ലാം തോന്നും. പക്ഷേ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കേണ്ട വ്യക്തിയല്ല നീ. തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? തോന്നിവാസി. നീ തോന്നിവാസിയല്ല, നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച്
കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ സമയത്ത് 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. എസക്കിയേലിന്റെ പ്രവചനം 47-ാം അധ്യായം 1 മുതലുള്ള വചനം. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിന്നിലേക്ക് ഇങ്ങനെ സാവധാനം ഇറങ്ങുന്ന സമയമാണ്. ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്നും കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിന്റെ വലതുഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്കുവശത്ത് അടിയിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു. കിഴക്ക് പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തൂടെ ഒഴുകുകയായിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. എസക്കിയേലിന്റെ പ്രവചനത്തിൽ പഠിപ്പിക്കുന്നത് ലിവിംഗ് വാറ്റർ, പരിശുദ്ധാത്മാവാകുന്ന ജീവനദിയെ കുറിച്ചാണ്. 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൽ അത് നമ്മൾ നീന്തിയാൽ പോരാ, മറിച്ച് ആ ജീവനദിയിൽ നമ്മൾ മുങ്ങി നിവരുന്ന ഒരു അഭിഷേക ശുശ്രൂഷ. പരിശുദ്ധാത്മാവേ, 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 ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് 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 പ്രാർത്ഥിക്കട്ടെ. നീ ആര് തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, പരിശുദ്ധാത്മാവിന്റെ പേര് വിളിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിന്റെ ഗതി മാറാൻ തുടങ്ങും. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങും. നിന്റെ രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകും. എൻ്റെ സഹോദര സഹോദരി, നീ വിളിച്ചു പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്ക്, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്ക്. വിളിക്കും തോറും നിന്റെ ഉള്ളിൽ അഭിഷേകത്തിന്റെ ശക്തി നിറയുന്ന അഭിഷേകം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, നിന്നെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. ഓ പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. ഉള്ളിന്റെ ഉള്ളിൽ ആ പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, 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 അധികമായി നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അധികമായി അധികമായി നിറയണമേ. കൈയടിച്ച് പാടിക്കേ. താളത്തില് താളത്തില് താളത്തില്. പരിശുദ്ധാത്മാവേ, കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച് അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. ആമേൻ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തല്ലാതെ കടപ്പാനാവരുതേ. ഓ നീന്തല്ലാതെ കടപ്പാനാവരുതേ. അളവില്ലാതെ, അളവില്ലാതെ, അളവില്ലാതെ
അളവില്ലാതെ അളവില്ലാതെന്നിൽ നിറയണമേ. അളവില്ലാതെന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, the mighty anointing, the mighty power, oh Holy Spirit, ഈ ശുശ്രൂഷ സമയത്ത് എല്ലാവരുടെ മേലും വർഷിക്കപ്പെടുന്ന അഭിഷേകം ആഗ്രഹിച്ച്, oh Holy Spirit, the mighty power, the mighty anointing, the mighty anointing, the mighty anointing. കൈയടിച്ച്, കൈയടിച്ച്, കൈയടിച്ച്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചേർന്ന് അധികമായി എന്നിൽ നിറയണമേ. അഭിഷേകം അത് മുത്തോളം പോരായേ, അരയോളം പോരായേ, അത് മുത്തോളം പോരായേ, അരയോളം പോരായേ. നിന്നിട്ടല്ലാതെ കടപ്പാനാവരുതേ. ഓ, നിന്നിട്ടല്ലാതെ കടപ്പാനാവരുതേ. ആനന്ദിച്ചു പാടി കൈയടിച്ച്. അളവില്ലാതെ 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 അളവില്ലാതെന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി വീശി പാടിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. നന്നായിട്ട് കരങ്ങൾ വീശിക്കേ. പരിശുദ്ധാത്മാവേ, ചേർന്ന് പരിശുദ്ധാത്മാവേ, ആമേൻ. അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. ഇനി കൈയടിച്ച, കൈയടിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പാടിപ്പാടി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ചാടി തൊള്ളേ. ആമേൻ. പരിശുദ്ധാത്മാവേ, Holy Spirit, അളവില്ലാതെ എന്നിൽ നിറയണമേ. mighty power, mighty anointing, mighty power. അളവില്ലാതെ എന്നിൽ നിറയണമേ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ശക്തി അധികമായി എന്നിൽ നിറയണമേ. കൈയടിച്ച്, കൈയടിച്ച്. പരിശുദ്ധാത്മാവേ, ചാടി തൊള്ളേ. പോരാ, പോരാ, പോരാ. അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, The power. പരിശുദ്ധാത്മാവേ, എല്ലാവരും അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അളവില്ലാതെ എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, Oh Holy Spirit, mighty power upon each one of us. Hallelujah, 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 hallelujah. Oh പരിശുദ്ധാത്മാവേ, ഓ 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 ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ,
അളവില്ലാതെ നിറയണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ആനന്ദിച്ച് പാടിക്കേ. പരിശുദ്ധാത്മാവേ, മൈറ്റി പവർ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് സംഭവിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും മൈറ്റി പ്രഭാവം അധികമായി നിറയണമേ. നിന്റെ മനസ്സിന്റെ ഭാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടുന്നു. എന്റെ മകനെ, മകളെ, നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ പ്രവർത്തിക്കാനുണ്ട്. അതുകൊണ്ടാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോളൂ. നീ വിഷമിക്കേണ്ടെന്ന്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ, വിദേശത്തുള്ള മകൻ ഒരു അപകടത്തിൽപ്പെട്ട് അവിടെ ആശുപത്രിയിൽ കിടക്കുന്നു. ഈ അമ്മ സങ്കടത്തോടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മകന്റെ മേലുള്ള ഒരു സൗഖ്യമാണ്. ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോൾ ദൂരെയുള്ള മകനിലേക്ക് അഭിഷേകം ഒഴുകപ്പെടും. അതാണ് അഭിഷേകം. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. കല്യാണം കഴിഞ്ഞിട്ട് മകൾക്കൊരു കുഞ്ഞില്ല എന്നുള്ള ദുഃഖവുമായിട്ട് മറ്റൊരമ്മ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. വർഷങ്ങളേറെ കഴിഞ്ഞു. മകളെക്കുറിച്ചും മകളുടെ ഭർത്താവിനെ കുറിച്ചും വലിയ ഭാരം. എന്താ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ? നീ വിഷമിക്കേണ്ടെന്ന്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ ഒഴുകും. ലൂക്കാസ് വിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത് സംഭവിക്കും. അസാധ്യമായ കാര്യങ്ങൾ കർത്താവ് നിനക്ക് സാധിച്ചു തരും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഓരോരുത്തർക്കും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ ശ്രദ്ധിച്ചോളൂ, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. കൃത്യം വ്യക്തമായിട്ട് ചിലരോട് ചില കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്നു. ഇത് കെട്ടുകഥയല്ല, മറിച്ച് എവിടെയെങ്കിലും വായിച്ച് മാറ്റി നിർത്തിയതല്ല, മറിച്ച് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ. ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അഭിഷേകത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ ജ്വലനം, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം മുതലുള്ള വചനത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലോട്ട് കടന്നു വരട്ടെ. പുതിയൊരു അഭിഷേകത്തിന്റെ ശക്തി നിന്നിലേക്ക് ഒഴുകുന്നു. തടസ്സങ്ങൾ കർത്താവെടുത്ത് മാറ്റുന്നു. വചനത്തിന്റെ അഭിഷേകം തുറക്കപ്പെടുന്നു. ഹൃദയത്തിന്റെ ഭാരം കർത്താവ് മാറ്റുന്നു. ഹൃദയം തുറന്ന് വചനം കേൾക്കാൻ കർത്താവ് ചിലർക്ക് ശക്തിയും ബലവും നൽകുന്നു. ചിലരുടെ ഉള്ളിലുള്ള സങ്കടം, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഭാരപ്പെടുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടും. അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടും. ഓ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നെഞ്ചുവേദനയോടുകൂടെ വലിയ ഭാരത്തോടുകൂടെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആ സഹോദരൻ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു കേട്ടോ. സഹോദര, വിശ്വസിച്ചോ. നിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. യെസ്, ബിലീവ് ആൻഡ് ക്ലെയിം the mighty power Holy Spirit upon my body. യേശുവിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്ന സമയം വിശ്വസിച്ചോളൂ. ഭാരപ്പെടണ്ട. അടിക്കടി കുടുംബത്തിൽ ചില അപകടങ്ങളും ചില തടസ്സങ്ങളും അനുഭവിക്കുന്നതിന്റെ പേരിൽ ഒരു കുടുംബം ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അവരുടെ സങ്കടം എന്താ?
ഞങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രമോ മന്ത്രവാദമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ അതിനെ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്കതിനെ സമയമുള്ളൂ. നീ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാൻ. എത്ര വലിയ തിന്മയുടെ കെട്ടുകളാണെങ്കിലും ആ കെട്ടഴിയും. നീ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ശക്തി ഉയരുന്നതനുസരിച്ച് തിന്മയുടെ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ കെട്ടുകൾ എഴിയും. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ പരിശുദ്ധാത്മാവ് എന്നിലും നിറയട്ടെ. ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.